ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ ഒരു സമയത്ത് നിറഞ്ഞു നിന്നിരുന്നത് പത്മകുമാറിന്റെ മൊഴിയായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതോടുകൂടി ഇത് അടങ്ങി പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ വീണ്ടും പത്മകുമാറിന്റെ ഒരു പുതിയ മൊഴി കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശബരിമലയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതെല്ലാം താൻ ഒറ്റയ്ക്ക് വിചാരിച്ച നടക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് കൂട്ടുത്തരവാദിത്വമുണ്ട്, താൻ മാത്രമല്ല ഇതിനൊന്നും പിന്നിലെന്ന്. ഇത് മറ്റാരെയൊക്കെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റാരെയൊക്കെയോ അർത്ഥം വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയല്ലേ? അല്ല, സ്വാഭാവികമായിട്ട് ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡ് കൂടുമ്പോൾ അജണ്ട വെച്ച് ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ്. അത് ദേവസ്വം സെക്രട്ടറി മിനിറ്റ്സിൽ രേഖപ്പെടുത്തി പോകുന്ന തീരുമാനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മാത്രമായി ഇത്രയും വലിയ കാര്യങ്ങളിലൊന്നും തീരുമാനമെടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും മുൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രസിഡന്റും മുൻ MLA യും CPM-ന്റെ സന്തത സഹചാരിയുമായ പത്മകുമാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നോടൊപ്പം അന്ന് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന മുഴുവൻ മെമ്പർമാരും വേണമെങ്കിൽ ദേവസ്വം മന്ത്രിയും അടക്കമുള്ളവർ പ്രതിയാണ് എന്ന സൂചനയിലേക്കാണ് പത്മകുമാറിന്റെ ഈ ജാമ്യാപേക്ഷ വെക്കുമ്പോഴുള്ള ഈ സ്റ്റേറ്റ്മെന്റ് പരിഗണിക്കുമ്പോൾ ഹർജിയിൽ കൊടുത്തിരിക്കുന്ന മൊഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഇതിനു മുമ്പുണ്ടായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദൈവതുല്യരായി കാണുന്നവരെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ദൈവതുല്യരായി കാണുന്ന രണ്ടുപേരെയാണ്, ഒന്ന് മന്ത്രി ഒന്ന് തന്ത്രി. ഈ മന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ എന്നുള്ളതൊക്കെ പറയേണ്ടത് പത്മകുമാർ, തന്ത്രിയാണോ എന്നുള്ളത് പറയേണ്ടത് പത്മകുമാറാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ക്ഷേത്രത്തിന്റെ തരത്തിൽ ചിന്തിക്കുമ്പോൾ രണ്ട് തരത്തിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, അവിടെ അധികാരം കൈയാളുന്ന ഒരു സംവിധാനം, അത് ദേവസ്വം ബോർഡാകട്ടെ, പ്രൈവറ്റ് ക്ഷേത്രങ്ങളാണെങ്കിൽ അതിന്റെ ഭാരവാഹികളാകട്ടെ. ഇപ്പം ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ദേവസ്വം അവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ, സ്പെഷ്യൽ ഓഫീസർ മുതൽ ഇങ്ങോട്ടേക്ക് ദേവസ്വം ജീവനക്കാർ മുതൽ, ദേവസ്വം ബോർഡ് മുതൽ, ദേവസ്വം പ്രസിഡന്റ് മുതൽ, ദേവസ്വം സെക്രട്ടറി മുതൽ, അങ്ങോട്ടേക്ക് ദേവസ്വം മന്ത്രി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരുണ്ടാകും, ആ സർക്കാർ വരെയുണ്ട്. ഇപ്പുറത്ത് ഒരു ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ ആചാരപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ദേവന്റെ പിതൃസ്ഥാനീയൻ അവിടുത്തെ തന്ത്രിയാണ്. ക്ഷേത്രം തന്ത്രിയുടെ ഊർജ്ജമാണ് അവിടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ ദേവനിലേക്ക് പകരുന്നത്. സ്വാഭാവികമായിട്ടും പിതൃസ്ഥാനീയനായ തന്ത്രിയുടെ അനുവാദമില്ലാതെ ആചാരപരമായ കാര്യങ്ങളിലോ നിർമ്മാണ പ്രവർത്തനങ്ങളിലോ ഇടപെടാൻ എഞ്ചിനീയറിംഗ് വിങ്ങിനോ സർക്കാരിനോ പോലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും എന്തില്ല, യാതൊരു വിധമായ അവകാശവുമില്ല. ഒരു പടി ശ്രീകോവിലിന്റെ ഒരു കൽപ്പടവെന്ന് വെക്കൂ, ശബരിമല വിടും, ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു കൽപ്പടവിൽ ഒരു പൊട്ടലുണ്ടായാൽ ആ കൽപ്പടവ് മാറ്റി സ്ഥാപിക്കണമെങ്കിൽ പോലും ആരുടെ അനുവാദം വേണം? തന്ത്രിയുടെ അനുവാദം വേണം. എങ്കിൽ മാത്രമേ അത് പണി തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആചാരപരമായ വിശ്വാസം. ആചാരപരമായ കാര്യങ്ങളിലൂടെയാണല്ലോ ക്ഷേത്രസ്ഥാനങ്ങൾ പോകുന്നത്. അപ്പോൾ ആരിലേക്കാണ് ഈ ശബരിമലയിലെ വലിയ കൊള്ള പോകുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അല്ല, ഈ പറയുന്ന പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് CPM ഇതുവരെ നടപടിയെടുത്തില്ല? ഞാൻ അതിലേക്ക് വരാം. MV ഗോവിന്ദൻ പറയുന്നത്, ഞങ്ങൾ എല്ലാവരും ജയിലിൽ കിടന്നിട്ടാണ് നേതാക്കന്മാരായത് എന്നാണ്. സമരമുഖങ്ങളിൽ ജയിലിൽ കിടക്കുന്നത് പോലെയാണോ ഈ പറയപ്പെടുന്ന ദേവന്റെ സ്വർണം? നോക്കൂ, മനുഷ്യന്റെ സ്വർണം നിങ്ങൾ കട്ടോ, ഖജനാവ് നിങ്ങൾ കൊള്ളയടിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, വിശ്വാസപൂർവമായ ഒരു സാധനം, എത്രയോ പേരുടെ മനസ്സിനെ നോവിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു വിഷയമാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന കൊള്ള ചെറിയ കൊള്ളയാണ്. 4.5 കിലോ സ്വർണത്തിന്റെ കഥയല്ല, അതിന്റെ സ്പിരിച്വൽ വാല്യൂ ഉണ്ട്. ശബരിമലയിലെ ഒരു മണൽത്തരി പാക്കറ്റിലാക്കി കൊടുത്താലും പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന വിശ്വാസികൾ കേരളത്തിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കേരളത്തിന് പുറത്തുണ്ട് എന്നുള്ളതാണ്. ശബരിമലയെ അവർ അത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എത്രയോ പേർ. അതുകൊണ്ടാണ് നമുക്ക് പല ആളുകളുടെയും കേരളത്തിന് പുറത്ത് ബിസിനസ് ചെയ്യുന്നവരുടെയും കേരളത്തിനകത്ത് ബിസിനസ് ചെയ്യുന്നവരുടെയും പല ആളുകളുടെയും കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ 5%, 10%, 50% വരെയും പാർട്ട്ണർ ശബരിമല അയ്യപ്പൻ എന്നാണ് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഇവരുടെ ലാഭവിഹിതത്തിന്റെ അത്രയും വിഹിതം എല്ലാ വർഷവും അവിടെ കൊണ്ടുവന്ന് കാണിക്കയിലും അന്നദാന മണ്ഡപത്തിലും അന്നദാനത്തിലും ഒക്കെയായി സമർപ്പിക്കുന്ന ആളുകളുള്ള നാടാണ്. അത്തരം ആളുകളെയാണ് ഈ ഉണ്ണിപ്പോറ്റിയും സംഘവും കൂടി ചേർന്നിട്ട് കൊള്ളയടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് കൊടപിടിച്ചതാരാ? സർക്കാരാണ്. ഇവിടെ പറയുന്നത് എന്താണ്? പിച്ചളത്തകട് എന്ന് ആദ്യം എഴുതി പിന്നീട് വെട്ടി ചെമ്പ് തകട് ആയതുകൊണ്ടാണ് ചെമ്പ് തകട്. ചെമ്പ് തകടിന് പുറത്ത് പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് എന്തുമാത്രമാണെന്ന് എന്റെ ദേവസ്വം ബോർഡിന് ഉദ്യോഗസ്ഥർക്ക് കാണാതെ പോയി. ഇനി മറ്റൊന്ന് പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ നമ്മുടെ നാട്ടിലെ ഈ നിയമപരമായ നടപടികളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിനൊക്കെ ഇത്ര വലുതായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ചർച്ച ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയം നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ FIR ഇട്ടിരിക്കുന്നത് കേരള പോലീസാണ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചാണ്. പക്ഷേ ഈ സ്വർണ്ണക്കള്ള കേസിന്റെ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നതും FIR ഇട്ടിരിക്കുന്നതും സാക്ഷാൽ ശബരിമല അയ്യപ്പനാ. കേരള പോലീസ് അല്ല, ശബരിമല അയ്യപ്പനാണ് ഈ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ആരെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, തടുക്കാൻ പറ്റില്ല. ഏത് എമ്മോനാണോ ഇതിന്റെ പിന്നിലുള്ള അവരെല്ലാം ഈ കേസ് അന്വേഷിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണെങ്കിൽ അവർക്കൊരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ അവരുടെ ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻ
ശബരിമല അയ്യപ്പനാ, പുള്ളിയാണ് അവരെ വഴി നടത്തുന്നത്. പക്ഷെ ഇപ്പോഴും CPM പറയുന്നത് ഈ ഒരു വിഷയം അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത്രയും സത്യങ്ങൾ പുറത്തു വന്നത് പോലും CPM-ന്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടിയാണ് എന്നാണ് പറയുന്നത് പല നേതാക്കന്മാരും. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു വലിയ സ്വർണ്ണക്കൊള്ള, അതിനുശേഷം അതിനു മുമ്പും പിന്നീടും ഒക്കെ ആയി അവിടെ നടക്കുന്ന പല കൊള്ളകൾ. ഇപ്പൊ പാത്രം മേടിച്ചതുമായി ബന്ധപ്പെട്ട് 1.5 കോടി രൂപയുടെ പാത്രങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ് പുതിയ വിവാദം വരുന്നുണ്ട്. അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴായാലും വലതുപക്ഷം ഭരിക്കുമ്പോഴായാലും അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇപ്പൊ നോക്കൂ, ഇപ്പൊ കാണിക്കയിൽ നിന്ന് കാണിക്കാനിരിക്കുന്നവൻ ഒരു 10 രൂപയോ 500 രൂപയോ 5000 രൂപയോ ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ അയ്യപ്പൻ ക്ഷമിക്കും, കൊണ്ടുപോയിക്കോട്ടെ. അയ്യപ്പൻ എന്തിനാ പണം? ഇപ്പോ അവിടുത്തെ മേൽശാന്തിയുടെ നെയ്ക്കച്ചവടം പിടിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ അയ്യപ്പൻ ക്ഷമിക്കും. ഒന്നുമില്ലെങ്കിലും 1 വർഷം ഇവിടെ പുറപ്പെടാ ശാന്തിയായിട്ട് ഇവിടെ കിടക്കുന്ന ആളല്ലേ, എന്റെ ദാസനല്ലേ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളല്ലേ, അയാൾ കുറച്ച് പൈസ ഉണ്ടാക്കിക്കോട്ടെ എന്ന് അയ്യപ്പൻ അങ്ങ് വിചാരിക്കും. തെറ്റാണ് കേട്ടോ, പക്ഷെ അയ്യപ്പൻ അങ്ങ് വിചാരിക്കുമായിരിക്കും. പക്ഷെ ഭക്തജനങ്ങൾ നെഞ്ചുരുകി പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് കൊടുത്ത സ്വർണ്ണമല്ല, എന്ത് മെറ്റീരിയലും ആകട്ടെ. എന്തിനാ പറയുന്നത്? ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് അന്നദാന പ്രിയനാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താവ്. ആ അന്നദാനം കൊടുക്കുന്നതിൽ പോലും വെട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോ അപ്പൊ അതിന്റെ പ്രായശ്ചിത്തമാണെന്ന് തോന്നുന്നു ഇപ്പോ ബഹുമാനപ്പെട്ട പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സദ്യ കൊടുക്കുന്നവിടെ ജനങ്ങൾക്ക്. അദ്ദേഹം നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ എന്നെ രക്ഷിക്കണേന്നായിരിക്കില്ല, ഭഗവാനെ എനിക്ക് ചുറ്റുമുള്ളത് കള്ളന്മാരാണേ, ആ കള്ളന്മാര് കാരണം എനിക്കോ അങ്ങയ്ക്കോ ശബരിമലയ്ക്കോ യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാകല്ലേ ശബരിമല ശാസ്താവേ എന്നായിരിക്കും ജയകുമാർ സാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ മറ്റൊന്നായിരിക്കില്ല. പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്? അദ്ദേഹം വളരെ എക്സ്പെർട്ടാണ്, കാര്യങ്ങളാണ്, എല്ലാം ആണ്. പക്ഷെ കൂടെ നിൽക്കുന്ന 10 പേര് അദ്ദേഹത്തെ ചതിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം ഈ വയസ്സാകാലത്ത് പേര് കണ്ടേ അദ്ദേഹം നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഭഗവാനെ, ഞാനൊരു ചക്രവ്യൂഹത്തിലാണ് വിട്ടു നിൽക്കുന്നത്, എനിക്ക് ചുറ്റുമുള്ളത് മുഴുവൻ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്, എനിക്ക് മുകളിലും താഴെയും ചുറ്റുപാടും അവരാണ്, ഇവരുടെ ഒന്നും കള്ളത്തരങ്ങളിലും കൊള്ളയിലും എന്നെ കൊണ്ടുപോയി പെടുത്തരുതേ, ഇതൊക്കെ കണ്ടുപിടിക്കാനും കൃത്യമായി ക്ലിയർ ചെയ്യാനും എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണമേ എന്നായിരിക്കും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ആ സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. മറ്റു കേസുകൾ പൊക്കിക്കൊണ്ടുവന്ന് ഈ കേസിനെ താഴ്ത്തിക്കെട്ടാൻ പറ്റില്ല. പത്മകുമാറിന്റെ വായിൽ നിന്ന്, വാസുവിന്റെ വായിൽ നിന്ന് ഒക്കെ കൃത്യമായ രേഖകൾ അവരറിയാതെ പുറത്തു വരും. കാരണം ഞാൻ പറയുന്നു, ഈ കേസ് ഫ്രെയിം ചെയ്തത്, ഈ കേസിന് FIR ഇട്ടത്, ഈ കേസ് അന്വേഷിക്കുന്നത്, ഈ കേസിലെ മൊഴിയെടുക്കുന്നത് ഒക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പോലീസുകാരാണെങ്കിലും അവരെയൊക്കെ കൊണ്ട് അവരുടെയൊക്കെ നാവ് ചലിപ്പിക്കുന്നത്, കണ്ണ് ചലിപ്പിക്കുന്നത്, മനസ്സ് ചലിപ്പിക്കുന്നത്, ബുദ്ധി ചലിപ്പിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ ശബരിമല ശ്രീധർമ്മ ശാസ്താവാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന് കൃത്യമായ തുമ്പുണ്ടാവും. കട്ടവൻ തന്ത്രിയായാലും മന്ത്രിയായാലും ഏത് കൊമ്പത്തവനായാലും പിടിക്കപ്പെടും, ശിക്ഷ അനുഭവിക്കപ്പെടും. വരും ദിവസങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും.